അടുത്ത ട്രിഗണോമെട്രിയുടെ വേറൊരു കണക്ക് നോക്കാം. ദ പിക്ചർ ഷോസ് പാർട്ട് ഓഫ് എ സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ്? ഇതാണ് കൊടുത്തിരിക്കുന്ന പിക്ചർ. ഈ സർക്കിളിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. എ ബി സി. ഇത് 140 ഡിഗ്രി. ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഈ സർക്കിള് നമ്മൾ ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുകയാണ്. ഇവിടെ ഈ സർക്കിള്, ഇതാണ് ആ ട്രയാങ്കിള്. ഇത് 140 ഡിഗ്രി ഉണ്ട്. ഇതിൻ്റെ ഈ കോർഡിനെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നു? ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഈ 2 പോയിൻറ്റും വെച്ച് എ ബി സി ഡി. നമുക്കിപ്പോൾ ഒരു സൈക്ലിക് ട്രപ്പീസിയം അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആംഗിൾ 140 ഡിഗ്രി, 140 ഡിഗ്രി ആണെങ്കിൽ ഇത് സൈക്ലിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടും കൂടി ചേർക്കുമ്പോൾ 180 ഡിഗ്രി വരണം. സോ ആംഗിൾ DCB is equal to 140 degree. That is given. Okay, so the opposite angle DAB is equal to 180 minus 140. It is equal to 40 degree. ഈ ആംഗിൾ 40 ഡിഗ്രി. ഇതാണ് കോഡ്. ഓക്കെ, നമ്മളിവിടെ നിന്നൊരു ഡയമീറ്റർ വരയ്ക്കുക. ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതിവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്നു. ഈ പോയിൻ്റ് പി എന്ന് വയ്ക്കാം. ഓക്കെ, ഇതിനെയും ഈ ബിയെയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇത് ഡയമീറ്റർ. ആ ഡയമീറ്ററിന് ബിയുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ തന്നിരിക്കുന്നത് ഈ 2 കോഡ്. ഇതാണ് അവർ തന്നിരിക്കുന്നത്, എ ബി. ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഈ 2 പോയിൻറ്റും ഈ സർക്കിളിൽ മീറ്റ് ചെയ്യുമ്പോൾ 140 ഡിഗ്രി. ഈ 2 പോയിൻറ്റിൽ നിന്നും ഇവിടെ വരുന്നു. ഈ ആംഗിൾ 40 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? ഇതും 40 ഡിഗ്രി വരും. ഇത് 2 സെഗ്മെൻറ്റായിട്ട് മാറി. അപ്പോൾ ഈ 2 പോയിൻ്റ് ഈ സെഗ്മെൻറ്റിൽ എവിടെ മീറ്റ് ചെയ്താലും 40 ഡിഗ്രി വരും. അപ്പോൾ ഇത് 40 ഡിഗ്രി. ഇപ്പോൾ സൈൻ 40 is equal to ഇത് 8 സെൻറ്റിമീറ്റർ, 8/2r. ഇത് 2r. സൈൻ 40 എന്ന് പറയുന്നത്